ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺബോക്സ് ഹാബിറ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു ഡെഡായി പോയ സ്മാർട്ട് വാച്ച് റിപ്പയർ ചെയ്യാനാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ചാർജ് കയറണില്ല. ഇതിൻ്റെ മുമ്പ് ഉപയോഗിച്ചായിരുന്നപ്പോൾ ചാർജ് അധികം നിൽക്കാറില്ല എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. നമ്മൾ ഈ ചാർജിങ് കേബിൾ ഉണ്ടല്ലോ, ഈ ഒരു കേസ്, ഇതിനകത്ത് പവർ വരുന്നതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ഈ ഒരു പോയിന്റിലേക്ക് പവറൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മൾ ചാർജറിൽ കണക്ട് ചെയ്തേക്കാണ്. ഇതിൻ്റെ കംപ്ലൈൻ്റ് അല്ല, ഫോണിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. നമുക്കിത് അഴിച്ചു നോക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു പോയിന്റ് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു കോണ്ടാക്ട് വരുന്ന ഈ പോയിന്റ് ക്ലീൻ ചെയ്തു. ഇനി നമുക്കത് അഴിച്ചു നോക്കണം. അപ്പോൾ നമ്മളിത് ഹീറ്റ് ചെയ്യാൻ വെക്കാണ്, ഡിസ്പ്ലേ അഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കത് അഴിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഡിസ്പ്ലേ അഴിച്ചെടുത്തു. 2 സ്ട്രിപ്പാണ് ഡിസ്പ്ലേക്ക് ഉള്ളത്, ഒരെണ്ണം ടച്ചിനും ഒരെണ്ണം LCDക്കും. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇതാണ് ഇതിൻ്റെ ബോർഡ് വരുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്തൊരു വലിയ സ്പീക്കർ വരുന്നുണ്ട്, പിന്നെ 2 സ്വിച്ച് വരുന്നുണ്ട്. 3 സ്ക്രൂ ആണ് ഈ ഒരു ബോർഡിനെ ഈ ഒരു കേസിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കണത്. ആ 3 സ്ക്രൂ അഴിക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട്. നമ്മുടെ അടിയിലുള്ള ഒരു ലൈറ്റ് കത്തുമല്ലോ, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സെൻസർ ഇതിനകത്തുണ്ട്. സെൻസറൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ലൈറ്റ് കത്തും. നമ്മൾ അഴിച്ചെടുത്തു. ഇതാണ് ഇതിൻ്റെ ബോർഡ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഈ ഒരു ബാറ്ററിയിൽ നമ്മൾ പവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടണത് 0 വാല്യൂ ആണ്. കാരണം ഇതിനകത്ത് പൊട്ടും ചാർജ് ഇല്ല. നമ്മളത് ബൂസ്റ്റ് ചെയ്ത് നോക്കും, എന്നിട്ടും രക്ഷയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ കേസ് വരുന്നത്. ഈ ഒരു കോണ്ടാക്ട്, അതേപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ ഒരു കോണ്ടാക്റ്റാണ് ഇതിൻ്റെ ഉള്ളിലും വരുന്നത്. അത് നമ്മുടെ ബോർഡിൽ കോണ്ടാക്ട് ആയിട്ടാണ് ചാർജ് കയറുന്നത്. നമുക്കിത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുക. ഒരു കോണ്ടാക്ട് വരുന്നത് ഈ ഒരു അറ്റത്തുള്ള 2 പോയിന്റിലാണ്. അവിടെ ക്ലാവ് പിടിച്ചാലൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് ഞാൻ എൻ്റെ കേസ് ഒന്ന് കാണിച്ചു തന്നതാണ്. ഇതിനകത്തൊരു സെൻസർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ഈ ലോക്കൽ വാച്ചുകളിലൊക്കെ ഇതുപോലെ ഒരു ജസ്റ്റ് 2 ലൈറ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു സ്ട്രിപ്പാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടൈപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഈ ഒരു 2 ലൈറ്റ് കിടന്ന് മിന്നണതാണ് നമ്മൾ സെൻസർ എന്നൊക്കെ വിചാരിച്ച് ബ്ലഡ് പ്രഷറും ഹാർട്ട് ബീറ്റൊക്കെ നോക്കണത്. ഇത് ഈ ലോക്കൽ വാച്ചുകൾ, റേറ്റ് കുറഞ്ഞ വാച്ചുകളിലൊക്കെ ജസ്റ്റ് ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ വെറും തട്ടിപ്പാണ്. ചിലപ്പോൾ നല്ല വാച്ചുകളിലൊക്കെ സെൻസർ ഉണ്ടാവും. ആ സെൻസറിന് തന്നെ അത്യാവശ്യം റേറ്റും ഉണ്ടാവും. ഇതൊക്കെ ഫേക്ക് ആണെന്ന് പറഞ്ഞതാണ്. അപ്പം നമ്മളിത് ബാറ്ററി മാറ്റിയിട്ടാ, പഴയ ബാറ്ററിയാണത്. ഈ ഒരു ബാറ്ററി മാറ്റി നമ്മൾ പുതിയ ബാറ്ററി റീപ്ലേസ് ചെയ്ത് ബോർഡൊക്കെ അതേപോലെ സെറ്റ് ചെയ്തു. തിരിച്ച് സ്ക്രൂ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്പ്ലേ വെച്ചിട്ട് ചാർജ് കുത്തി നോക്കണം. ഞാൻ കാണിച്ചു തരാം. ഡിസ്പ്ലേ വെച്ചിട്ട് നമ്മൾ ഡിസ്പ്ലേ കണക്ട് ചെയ്ത് കേസിൽ ഇട്ടേക്കാണ്. ഇതിനകത്ത് സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചാർജിങ് സക്സസ് ആയിട്ടുണ്ട്. ആ ഒരു പ്രശ്നം നമ്മൾ പരിഹരിച്ചു. ആ ബാറ്ററി മാറ്റി പ്രശ്നം പരിഹരിച്ചു. ഇതേപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ ഇതേപോലത്തെ വർക്കുകൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.